എവരിവൺ, കുവൈറ്റിൽ ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ ലിവിംഗ് റൂമിൻ്റെ വീഡിയോ ഒന്ന് ഇടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഡോറിൻ്റെ വെളിയിൽ തന്നെ ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ് ബൈബിൾ വേഴ്സ് നമ്മൾ ഹാങ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ ഡോറ് തുറന്ന് അകത്തോട്ട് കയറുകയാണ്. അകത്തോട്ട് കയറുമ്പോൾ നേരെ നമ്മൾ ലിവിംഗ് റൂമിലേക്ക് തന്നെയാണ് കയറുന്നത്. അതിനിടയ്ക്ക് വേറെ പ്രത്യേകിച്ച് ഡിവിഷനോ പാർട്ടീഷനോ ഒന്നുമില്ല. ഇവിടുത്തെ ഹോള് എന്ന് പറഞ്ഞാൽ അത്ര വലുതല്ല, എന്നാൽ തീരെ ചെറുതുമല്ല. ഇവിടുത്തെ മറ്റ് ഫ്ലാറ്റുകളെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി വലുതാണ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ലിവിങ് റൂമിൻ്റെ ഓവറോൾ ആയിട്ടുള്ള ഒരു ലുക്ക്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഞങ്ങളൊരു ഷൂസ് കബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഷൂസ് എല്ലാം വെക്കുന്നതാണ്. അതിൻ്റെ മേലിൽ ഞാൻ ചെറുതായിട്ട് എൻ്റെ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് നാച്ചുറൽ പ്ലാന്റ്സും അതുപോലെ തന്നെ കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് അട്രാക്റ്റീവ് ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഷീനിയിൽ നിന്ന് വാങ്ങിച്ച ഒരു ടേബിൾ ക്ലോത്താണ്. അതിൻ്റെ നീളം കുറഞ്ഞു പോയതുകൊണ്ട് ഞാനിതിൻ്റെ മുകളിലിട്ട് അഡ്ജസ്റ്റ് ചെയ്തതെന്ന് മാത്രം. പക്ഷേ അതിവിടെ നന്നായിട്ട് നല്ല കളർഫുള്ളായിട്ട് ഇവിടെ അത് മാച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കയറി വരുമ്പോൾ തന്നെ ബ്ലൂ കളർ എപ്പോഴും നമുക്ക് എന്താ പറയുക ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കളറാണ്. അപ്പോൾ അതിവിടെ നന്നായിട്ട് ചേരും. അതിൻ്റെ മുകളിൽ തന്നെ ഷീനിൽ നിന്ന് മേടിച്ച് ഞങ്ങൾ ഒരു കോട്ട് ഞങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഏരിയ നമ്മൾ ലൈവ്ലിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ആണ് നമ്മൾ ക്ലോക്ക് ഹാങ് ചെയ്തേക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇത് നമ്മളുടെ ഇലക്ട്രിസിറ്റിയുടെ ആ കൺട്രോൾ ഇതാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ആ ഒരു സാധനം തൂക്കിയിട്ട് അത് ഹൈഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ ഡോർ തുറന്നതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഒരു ഏരിയ ആണിത്. അവിടെ നമ്മൾ TV യൂണിറ്റ് വെച്ചിരിക്കുന്നു. അപ്പോൾ അതിലും കുറച്ച് സാധനങ്ങൾ, കുറേ സ്റ്റോറേജ് സ്പേസ് ഉള്ള ഒരു കബോർഡാണത്. അപ്പോൾ അവിടെയും കുറച്ച് മിനിമലായിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് വെച്ചിട്ടുള്ളൂ. മിനിമം സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സിന് ഒരു കുറവും വരുത്തിയിട്ടില്ല. പ്ലാന്റ്സ് എപ്പോഴും നമ്മൾക്ക് ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് എല്ലായിടത്തും പ്ലാന്റ്സ് ആണ്. പിന്നെ നമ്മൾ ഡെയിലി ഒരു വേഴ്സ് ഇതുപോലെ മോട്ടിവേഷണലായിട്ടുള്ള വേഴ്സസ് എല്ലാ ദിവസവും നമുക്ക് കാണാനായിട്ടുള്ള ഒരു ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് നോക്കുമ്പോൾ നമ്മളുടെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ മേളിലാണെങ്കിലും നമ്മൾ വീണ്ടും പ്ലാന്റ്സ് തന്നെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ വേറെ പ്രത്യേകിച്ച് അവിടെ ഇതായിട്ടൊന്നുമില്ല. ഇവിടെ സ്പേസ് വളരെ കുറവായതുകൊണ്ട് ഏറ്റവും മിനിമം ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഇത് എൻ്റെ മോൾ എഴുതിയ ഒരു കോട്ടാണ്. പിന്നെ അതിൻ്റെ മേളിൽ ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഒരു മോള് വരച്ച ഒരു ഫ്രെയിമാണ്. ശരിക്കും നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് വരച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഏറ്റവും മിനിമം സാധനങ്ങൾ മാത്രമാണ് അവിടെ വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഈ ഒരു ഏരിയ. ഞങ്ങളുടെ ഈ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ അബ്ബാസിയയിലാണ്, കുവൈറ്റിൽ. മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ നമ്മളുടെ ഈ ഫ്ലാറ്റ് കൊറോണയ്ക്കൊക്കെ മുമ്പ് ഇവിടെ ഭയങ്കര റെൻറ്റൊക്കെ ആയിരുന്നു. ഇപ്പം റെൻറ്റ് വളരെ കുറച്ചിട്ടുണ്ട്. 230 ആണ് ഡബിൾ ബെഡ്റൂം, ഡബിൾ ബാത്റൂം വിത്ത് അറ്റാച്ച് ടോയ്ലറ്റ് ഉള്ള ഒരു ഫ്ലാറ്റിൻ്റെ ഞങ്ങളുടെ റെൻറ്റ്. പിന്നെ അതിനുശേഷം ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഒരു 6 സീറ്റർ നമ്മളുടെ ഒരു ഡൈനിങ് ടേബിളാണ്. ഏറ്റവും മിനിമമായിട്ടുള്ള സാധനങ്ങളാണ് അവിടെ വെച്ചിട്ടുള്ളൂ. പിന്നെ നമ്മൾ മേളിലോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ 1-2 ഫ്രെയിംസ് അവിടെ വെച്ചിട്ടുണ്ട്. ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥൻ, മനസ്സ് തകർന്നവരവൻ രക്ഷിക്കുന്നു. വളരെ ആപ്റ്റായിട്ടുള്ള ഒരു ബൈബിൾ വേഴ്സാണത്. പിന്നെ ഈ മിറർ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ IKEA വാങ്ങിയിട്ടുള്ള മിററാണ്. ഇത് പല ഷേപ്പിൽ നമുക്ക് സ്റ്റിക്ക് ചെയ്യാം. നമ്മൾ ഈ ഒരു ഷേപ്പ് ഓപ്റ്റ് ചെയ്തെന്ന് മാത്രം. ഇതിനേക്കാൾ നന്നായിട്ട് ആർട്ടിസ്റ്റിക്കായിട്ട് ഒട്ടിക്കാൻ പറ്റുന്ന ആളുകൾക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മളുടെ ഇപ്പോഴത്തെ റെൻറ്റ് എന്ന് പറഞ്ഞാൽ 230 ആണ്, ഇൻക്ലൂഡിങ് ഇലക്ട്രിസിറ്റി. അത് റീസണബിൾ ആയിട്ടുള്ള റെൻറ്റ് തന്നെയാണ്. അപ്പോൾ മേളിൽ ഞാനൊരു മണി പ്ലാന്റ് ഹാങ് ചെയ്തിട്ടുണ്ട്. മണി പ്ലാന്റിൻ്റെ കളറും ആ ഒരു ബോർഡിൻ്റെ കളറും കൂടെ മാച്ച് ചെയ്യാവുന്ന രീതിയിലാണ് ആ പോട്ടിൻ്റെ കളർ തിരഞ്ഞെടുത്തത്. മണി പ്ലാന്റ് അവിടെ നിന്ന് ഒരു ചെറിയ പ്ലാന്റ് പോയിട്ട് ഇങ്ങനെ വന്ന് ഫുൾ ഭിത്തി മുഴുവനും കവർ ചെയ്യുന്ന രീതിയിലാണ് അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത് കുറേ വർഷങ്ങളെടുത്ത് ഒരു പ്രയത്നം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് അവിടെ ഒരു വലിയൊരു പോട്ട് വെച്ചിട്ടുണ്ട്. ആ പോട്ടിൽ നിന്നാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫ്ലാറ്റിൽ നിന്നും ഒത്തിരി എന്താ പറയുക നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഈ മണി പ്ലാന്റ് വളരുന്നുണ്ട്. പ്ലാന്റ് എങ്ങനെയാണ് വളർത്തേണ്ടതെന്നും അതിനുള്ള ടിപ്സൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അത് ആവശ്യമുള്ളവർക്ക് അത് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ അങ്ങോട്ട് പോകുന്നത് ബെഡ്റൂംസും കിച്ചണും ബാത്റൂംസൊക്കെയാണ്. അതിൻ്റെ വീഡിയോ ഞാൻ വേറൊരു ദിവസം ഇടാം. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഇവിടെ ഒരു സോഫ ഇട്ടേക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഒത്തിരി സ്പേസ് ഒന്നും ഇല്ല. നമ്മൾ ഒരു സ്പേസ് കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു ഫർണിച്ചറാണ് ഈ സോഫ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഒത്തിരി സ്പേസ് അത് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസ്, വളരെ കുറച്ച് മിനിമലായിട്ടുള്ള ഫോട്ടോസൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ 1-2 ഫോട്ടോ ഫ്രെയിംസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ വീണ്ടും ഇവിടെ ഒരു പ്ലാന്റ് നമ്മൾ വെച്ചിരിക്കുന്നു. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഈ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഈ കർട്ടൻ്റെ ബാക്കിൽ എന്ന് പറഞ്ഞാൽ ബാൽക്കണിയാണ്.
ബാൽക്കണിയിലോട്ട് ഞാനിപ്പോൾ തുറക്കുന്നില്ല. ആ ബാൽക്കണിയുടെ വ്യൂവിൽ ഒരു വീഡിയോ ഞാൻ പണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സോഫ 3 സീറ്റർ ഇവിടെ വെച്ചിരിക്കുന്നു. പിന്നെ ഇവിടെ സോഫയുടെ സൈഡിലായിട്ട് ഒരു ടീപ്പോയ് ഇട്ടിട്ടുണ്ട്. വളരെ ചെറിയൊരു ഗ്ലാസിൻ്റെ ഒരു ടീപ്പോയാണ്. അതിലും ഒരു ചെറിയൊരു ഫ്ലവർ വേസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഫ്ലവർ വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ലിവിങ് റൂമിൽ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ ഒരു കീബോർഡ് വെച്ചിട്ടുണ്ട്. മ്യൂസിക് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പാർട്ട് ഓഫ് അവർ ലൈഫ് ആയതുകൊണ്ട് അതും അവിടെ വെച്ചിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ലിവിങ് റൂമിൻ്റെ സ്പേസ് ഏകദേശം കംപ്ലീറ്റ്ലി തീരാറായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ വെച്ചിരിക്കുന്ന എൻ്റെ മോളുടെ ഒരു ഡെക്കറേഷനാണ്. അവൾ വെറുതെ ഉണ്ടാക്കിയൊന്ന് സ്റ്റിക്ക് ചെയ്തത് മാത്രം. പക്ഷേ നല്ല ഭംഗിയായിട്ട് അവൾ ചെയ്തിട്ടുണ്ട് തെർമോക്കോളിൻ്റെ അകത്ത്. അപ്പോൾ അവിടെ നമ്മൾ 1-2 ചെറിയൊരു ഹാങ്ങിങ്സ് അവിടെ ചെയ്തിട്ടുണ്ട്. അതും വളരെ മനോഹരമാണ്. ഇവിടെയും ഞാൻ മേളിൽ സീലിങ്ങിൽ AC-യുടെ അവിടെ നിന്നാണ് നമ്മൾ ഹാങ് ചെയ്തിരിക്കുന്നത്. അവിടെയും ഒരു ഹാങ്ങിങ് പോട്ടിൽ മണി പ്ലാന്റ് ഇട്ടിട്ടുണ്ട്. വളരെ റിഫ്രഷിംഗ് ആണ്. നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെ ഗ്രീനറി ആയിട്ട് തോന്നും. ചില വീടുകളിൽ മണി പ്ലാന്റ് അങ്ങനെ നന്നായിട്ട് വളരാറില്ല. പക്ഷേ എനിക്ക് നമ്മുടെ വീട്ടിൽ നന്നായിട്ട് അത്യാവശ്യം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫ്ലാറ്റിൻ്റെ ഒരു ലിവിങ് റൂമിൻ്റെ ഓവറോൾ വ്യൂ എന്ന് പറഞ്ഞാൽ. ഏറ്റവും മിനിമം ഫർണിച്ചറും ഏറ്റവും മിനിമം ഡെക്കറേഷനുമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതാണ് ഏകദേശം ഒരു ആവറേജ് മലയാളികൾ താമസിക്കുന്ന ഒരു ഫ്ലാറ്റിൻ്റെ ലിവിങ് റൂം എന്ന് പറയുന്നത്. വില്ലകളിൽ താമസിക്കുന്ന ആളുകളുണ്ട്. ഇതൊരു ഡബിൾ ബെഡ്റൂം ഫ്ലാറ്റിൻ്റെ ലിവിങ് റൂമായിട്ട് വരും. താങ്ക് യു.